ഷോളോടെ ഷോളോടെ എടുത്തോടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഷോളൊക്കെ ഇടുന്ന എന്തിനാ? അതിന്റെ ആവശ്യമൊന്നുമില്ല. അതൊക്കെ പഴയ ഫാഷൻ അല്ലേ. നീ എന്നെ ഫാഷൻ പഠിപ്പിക്കല്ലേ എന്നെ. പറയണ പോലെ നിനക്ക് നടക്കാൻ പറ്റുമെന്ന് നീ നടന്നോ? പറ്റില്ല. സൂപ്പർ. രേഷ്മ ചേച്ചിക്കും അഖിൽ ചേട്ടനും ഹാപ്പി ഫ്രെയിംസിലേക്ക് സ്വാഗതം. നന്ദി, നമസ്കാരം. പോവാണ്. പറഞ്ഞോളൂ. പക്ഷേ ആ കഥയിലേക്കാണ് ഞാൻ വരുന്നത്. കല്യാണോ? ഇത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ എങ്ങനെ വീട്ടിൽ അവതരിപ്പിച്ചത്? ആ അമ്മയിലെന്തോ പ്രശ്നമുണ്ട്. അതെ, വേറെ അവർക്കൊന്നും ചെയ്യാനില്ല, കെട്ടിച്ചു തന്നേ പറ്റുള്ളൂ. എന്നാലും ഇങ്ങനെ ഒരു ടോംബോയ് ലുക്കിലൊക്കെ നടക്കുന്ന ഗ്രീഷ്മ ചേച്ചിനെ പെട്ടെന്ന് ആ ഒരു വൈബിലൊക്കെ കണ്ടപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടൻ? ആദ്യമായിട്ട് അങ്ങനെ കാണുന്നത്. അമ്മ പറയാറുണ്ടാ ഇച്ചിരി ഒരുങ്ങിയൊക്കെ നടക്കണേന്ന്? അമ്മക്കറിയാം ഞാൻ പറഞ്ഞ കേൾക്കില്ല. ആരാണെന്ന് പറയണം, സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. എന്ത് കോടതിയാ? എന്റെ എല്ലാം അല്ലേ, എന്റെ ചേലത്തെ ചെമ്പനും നല്ലേ, ഏട്ടന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ. ഏട്ടന്റെ കാലില് ഒരു വീഡിയോ കോണ്ടന്റ് ഇഷ്യൂ വന്നു എന്റെ. ഞാൻ വിചാരിച്ചു എന്നെ പോലീസ് പിടിച്ചോണ്ട് അയ്യോ കല്യാണത്തിന് താലിയായിട്ട് ജയിലിൽ വരേണ്ടി വരും. മറ്റേ സംവരണത്തിലെ ഹേബിൾ ഞാൻ ആക്ച്വലി ഞാനിപ്പോ ഡയറ്റാണ്. ഇപ്പൊ കല്യാണത്തിന് വേണ്ടി ഡയറ്റാണോ? അതുകൊണ്ട് ഇപ്പൊ ഒരു മറ്റു പെപ്സിക്ക് ഞാൻ ഒരു ദിവസം കഴിക്കും. ആരാണ് കൂടുതൽ റൊമാൻറ്റിക്? അറിയാലോ, നമ്മുടേതായിട്ടുള്ള ടൈമിലൊക്കെ അമ്മയൊക്കെ കാണും കേട്ടോ. അതിനെന്താ, എൻഗേജ്മെന്റ് കഴിഞ്ഞല്ലോ. എന്റെ മോൾക്ക് റൊമാൻസ് ഒക്കെ വരുമോ? അമ്മ എനിക്ക് വരും. ഇവിടെ ഒരാൾക്ക് അമ്മനോട് എന്തോ ചോദിക്കണം ചീത്ത പറയോ? ഹലോ ഹലോ അമ്മ, എന്റെ പേര് പാർവതി എന്നാണേ. അയ്യോ എനിക്കറിയാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹലോ എവ്രിവൺ, വെൽക്കം ടു ഹാപ്പി ഫ്രെയിംസ്. ഇന്ന് ഹാപ്പി ഫ്രെയിംസിലെ ഒരു കപ്പിൾസിനെയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ രണ്ടുപേരും ഇങ്ങനെ വൈറലായിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഒരാളെ നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് അറിയാം. സോ ലെറ്റ് മീ വെൽക്കം ഗ്രീഷ്മ ബോസ് ആൻഡ് അഖിൽ വിദ്യാധർ. ഗ്രീഷ്മ ചേച്ചിക്കും അഖിൽ ചേട്ടനും ഹാപ്പി ഫ്രെയിംസിലേക്ക് സ്വാഗതം. നന്ദി, നമസ്കാരം. പോവാണ്. പറഞ്ഞോളൂ, തുടങ്ങാം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഇപ്പൊ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ എന്റെ ഒരു ഹാങ് ഓവറിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു എൻഗേജ്മെന്റ് പരിപാടികളൊക്കെ? അടിപൊളിയായിരുന്നു. പിന്നെ ഒരു സഭാകമ്പം ഒഴിച്ചാൽ വേറെ പ്രശ്നമൊന്നുമില്ല. സഭാകമ്പം അതുണ്ടോ? അത് ചെറുതായിട്ട് എനിക്കുണ്ട്. ഞാൻ ജനിച്ചു വീണത് ഒരു ഇൻട്രോവേർട്ട് ആയിട്ടാ. അതിന്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായുള്ളൂ. കേറി നിന്നപ്പോ തന്നെ കാലുകളൊന്നും വിറച്ചു എന്നല്ലാണ്ട് പിന്നെ ഞാൻ സ്റ്റഡി ആയി. വേറെ പിന്നെ കുഴപ്പമൊന്നുണ്ടായില്ല. തെറ്റായിരുന്നു. അന്ന് ആ ഡ്രസ്സിൽ കണ്ടത് പിന്നെ അതിൽ നിങ്ങളുടെ ഇറങ്ങിന്ന് തോന്നുന്നു ചേട്ടാ. ഒറ്റ ദിവസം. ഓ ഭാഗ്യമല്ലേ. എല്ലാവരും അത് കണ്ടിട്ട് ഇങ്ങനെ ഞെട്ടി ധരിച്ചിരിക്കുന്നു. എവിടെ ഞങ്ങളുടെ ബോസേട്ടൻ എവിടെയെന്നൊക്കെ. ഇനി കല്യാണത്തിന് ഒരു ദിവസം കൂടെ ഞെട്ടിക്കും. അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞു വൺ ഡേ ഓഫർ. ഡ്രസ്സൊക്കെ തന്നെ ഡിസൈൻ ചെയ്ത് എല്ലാം അല്ലേ? ചേട്ടന്റെ ഞങ്ങൾ പോയി വാങ്ങിച്ചു. അതില് അങ്ങനെ ആലോചിച്ച് തല വയ്ക്കേണ്ട കാര്യമൊന്നും. എന്നാലും ഇങ്ങനെ ഒരു ടോംബോയ് ലുക്കിലൊക്കെ നടക്കുന്ന ഗ്രീഷ്മ ചേച്ചിനെ പെട്ടെന്ന് ആ ഒരു വൈബിലൊക്കെ കണ്ടപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടൻ? ഞാൻ തന്നെ ആദ്യമായിട്ട് അങ്ങനെ കാണുന്നത്. നമ്മൾ ഒരുങ്ങി ഞാൻ കാണുന്നത് അപ്പൊ തന്നെയാണ്, അല്ലാതെ പുറത്തു പോകുമ്പോഴൊന്നും അങ്ങനെ ഒരുങ്ങി വരുന്ന ഒരു ടൈപ്പ് അല്ല. ഞാൻ കണ്ടപ്പോ എന്ത് തോന്നി? ശിവനെ പറയൂ. കൊള്ളാം, അടിപൊളിയായിരുന്നു. എനിക്ക് എന്താ ഞെട്ടിപ്പോയി ആദ്യം. എന്താ ചേട്ടൻ പറഞ്ഞേ ചേച്ചി ഫസ്റ്റ് കണ്ടപ്പോ? ഞാൻ ആക്ച്വലി എവരുടെ ഒരു മേക്കപ്പ്, ആ സ്ഥലത്തിന്റെ പേര് ഡാനിയ മേക്ക് ഓവർ ഡാനി അവിടെ ചെയ്തേ. അത് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പൊ അവിടെ ചെന്നിട്ട് ഡോർ ഫസ്റ്റ് ഞാൻ വിചാരിച്ചു വേറെ ആരും മേക്കപ്പ് ചെയ്ത് ഇരിക്കുന്നത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ, നമുക്കിത് ഐഡിയ കിട്ടുന്നില്ലല്ലോ. ഞാൻ ആദ്യം കരുതി വേറെ ആരും കണ്ടോ. ഇത് ഞാൻ ഇറങ്ങാനായിട്ട് പോയപ്പോ ഒരു ഫ്രണ്ട് ഉണ്ട് രേഷ്മ, അപ്പൊ ആ പുള്ളിക്കാരി ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു കണ്ടപ്പോ കൊള്ളാം. അന്തം വിടൽ അത് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. എന്നെ കണ്ടപ്പോ തന്നെ അന്തം വിട്ടായിരുന്നു. ഗിരീഷൻ തന്നെയാണോ ആണോന്ന് സംശയം. ഇങ്ങനെ ആവാം എന്ന് മനസ്സിലായി. അപ്പൊ വേണമെങ്കിൽ ഇച്ചിരി ഒരുങ്ങിയൊക്കെ നടക്കാല്ലേ ഇനി? അവർക്ക് ഇഷ്ടമുള്ള പൊതുവെ ഇഷ്ടല്ലേ ചേച്ചിക്ക്? എനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല. ഒരുങ്ങുമല്ല, കല്യാണത്തിനൊക്കെ പോകുമ്പോ ഒരുങ്ങ. അല്ലാണ്ട് നോർമലായിട്ട് നടക്കുന്നൊക്കെ ഇതാണ് എന്റെ സ്ഥായി ഭാവം. ഇതാണ് ഇഷ്ടം.
അമ്മ പറയാറുണ്ടാ എന്ത് എടി ഇച്ചിരി ഒരുങ്ങിയൊക്കെ നടക്കണേന്ന്? അമ്മക്കറിയാം ഞാൻ പറഞ്ഞാ കേക്കില്ല. അതുകൊണ്ട് അമ്മ അങ്ങനെ നിർബന്ധിക്കാറൊന്നുമില്ല. ഇങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻസിന് പോകുമ്പോ ഒരുങ്ങണം, അത് ഞാൻ ഒരുങ്ങും. അല്ലാണ്ട് എന്തായാലും എൻഗേജ്മെന്റ് ഒക്കെ അടിപൊളിയായിരുന്നു, ഫോട്ടോസ് ഒക്കെ നമ്മൾ കണ്ടു. പക്ഷേ ആ കഥയിലേക്കാണ് ഞാൻ വരുന്നത്. ഒരു ഹായിൽ നിന്ന് തുടങ്ങിയ ഒരു കഥയാണെന്ന് മാത്രം ഞാൻ എവിടെയോ ചേച്ചി ഒരു Q&A നടത്തിയപ്പോ ഞാൻ വായിച്ചിരുന്നു. ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിന്റെ താഴെ ഒരു ക്യാപ്ഷനും ഒരു ഹായിൽ നിന്ന് തുടങ്ങി ഇന്ന് ഇവിടെ എത്തിയേക്കാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ ഹായ് എന്ന് തുടങ്ങിയ കഥ എനിക്ക് കേൾക്കണം. ഹായ് അതല്ല, ഹായ് ഇട്ടു. ഇല്ല, ആരാ ഹായ് ഇട്ട ആദ്യം? ഞാൻ അല്ല, ഞാൻ പുള്ളിക്കാരി റീൽസ് ഒക്കെ കാണുമായിരുന്നു. ഇപ്പൊ ഇതിനു മുമ്പ് ഇൻസ്റ്റ വരുന്നതിന് മുമ്പൊക്കെ ടിക്ടോക്ക് അതിലൊക്കെ ഞാൻ കണ്ടു. ഗിരീഷിന്റെ ഫാനായിരുന്നോ? ഫാനായിരുന്നു ഞാൻ. അപ്പൊ ഞാനൊരു ഹായ് ഇട്ടു, വീഡിയോ ഒക്കെ നല്ലതാന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം ആക്സിഡന്റലി ലുലുവിൽ വെച്ച് നമ്മൾ കണ്ടു. പിന്നെ അടിപൊളി ഫ്രണ്ട്സ് ആയി നമ്മള്. ആക്സിഡന്റലി കണ്ടതാ ലുലു വെച്ച്? എന്ത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ചോദിച്ചതാ. ഞങ്ങൾ അങ്ങനെ ആക്സിഡന്റലി ഒക്കെ കാണാറുണ്ട്. വെറുതെ അല്ലേ അന്ന് അവിടെ വെച്ച് കണ്ടോണ്ടത് എപ്പോഴെപ്പോഴും ലുലു പോകുന്നു പറഞ്ഞത്? അതെ 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 ലുലു നമ്മുടെ മെയിൻ സ്പോട്ട്. ഓക്കെ, എന്നിട്ട് പിന്നെ കണ്ടു, സംസാരിച്ചു, കമ്പനി നല്ല ഫ്രണ്ട്സ് ആയി. അത് വെച്ചാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറെ കോമൺ ഇൻട്രസ്റ്റുകളുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ കൂടുതലും കമ്പനി ആവുന്നത്. എന്തൊക്കെയാണ് കോമൺ ഇൻട്രസ്റ്റ്? കോമൺ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാല് ഞങ്ങള് പരിചയപ്പെട്ട സമയത്ത് ഞങ്ങൾ രണ്ടുപേരും എവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അത് പറഞ്ഞാൽ പിന്നെ ഭക്ഷണം, ഫുഡ്, അങ്ങനത്തെ കുറെ കാര്യങ്ങള് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ആളായിട്ട്. അങ്ങനെ കണക്ട് ചെയ്ത് എൻഗേജ്മെന്റ് ആയി. കണക്ഷൻ കൂടി എൻഗേജ്മെന്റ് വരെ എത്തി. ഓക്കെ, അപ്പൊ എങ്ങനെ വീട്ടിൽ അവതരിപ്പിച്ചത്? അമ്മയിലെന്തോ പ്രശ്നമുണ്ട്, അമ്മ സീനാക്കിയെന്ന് തോന്നുന്നു. സീനാക്കിയല്ല, ഈ ഞാൻ വർക്ക് ചെയ്യുന്ന ഫിലിം ഫീൽഡാ. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടൊക്കെ ഫാമിലിയിൽ ഉണ്ടാവുമല്ലോ. ഏതൊരാളായാലും മകളെ കല്യാണം കഴിപ്പിച്ച് വിടുമ്പോ അടിപൊളി ജോലി, നല്ല വെൽ സെറ്റിൽഡ്, ഇങ്ങനെയല്ല ആഗ്രഹിക്കുന്നത്. ഫിലിം ഫീൽഡ് എന്ന് പറയുമ്പോൾ പുള്ളിക്കാരി അമ്മയ്ക്കും അച്ഛനും പ്രശ്നമില്ലായിരുന്നു, ബാക്കി കുറച്ച് പേർക്കൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ സോൾവ് ചെയ്ത് പക്ഷെ എന്നാലും ലാസ്റ്റ് ഞാൻ പറയുന്നത് തന്നെയാണ്, ഞാൻ ഉറച്ചു നിന്ന് എനിക്ക് ഇങ്ങനെ മതി ഞാൻ പറഞ്ഞ അതെ, വേറെ അവർക്കൊന്നും ചെയ്യാനില്ല, കെട്ടിച്ചു തന്നേ പറ്റുള്ളൂ. അങ്ങനെ സെറ്റായി. അങ്ങനെ ഹായിലൂടെ തുടങ്ങിയ ബന്ധം ഇതാ ഇനി കല്യാണത്തിലേക്ക് എത്താൻ പോവാണ്. എന്താണ് കല്യാണം? ചേച്ചിക്ക് നല്ല പേടിയുണ്ട് തോന്നുന്നു. കല്യാണത്തെ പറ്റി ഓർക്കുമ്പോൾ പേടിയുണ്ട്, ഇത്രയും പേര് ഫേസ് ചെയ്യണ്ട്. അയ്യോ, ഞങ്ങൾ രണ്ടുപേരും ഷയ്യ. ഞങ്ങൾ ഒരു കുറച്ച് ആളുകൾ അധികം കാണുമ്പോൾ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. എന്നാലും എൻഗേജ്മെന്റ് അല്ല, അവിടുത്തെ ആ ഒരു അട്രാക്ഷൻ നമ്മളാവുമ്പോ ഉള്ള പ്രശ്നമാണത്. ബാക്കി ഇപ്പൊ വേറെ കല്യാണത്തിന് പോയാൽ നന്നായിട്ട് സംസാരിക്കാം, നല്ല ആക്റ്റീവായിട്ട് നിൽക്കാം. എല്ലാവരും നോക്കുന്നത് നമ്മളല്ലേ. അയ്യോ, ചിരിക്കണം, ഫുൾ ചിരിക്കണം. ചിരിക്കണം. എൻഗേജ്മെന്റ് കഴിഞ്ഞ ദിവസം ഇവിടെ രണ്ട് സൈഡ് നല്ല വേദന ചിരിച്ചിട്ട് കല്യാണം കഴിയുമ്പോ എന്താ, കല്യാണം കഴിയുമ്പോ ഇങ്ങനെ നിൽക്കും മിക്കാറ്, ലോക്കാവും. ചേച്ചിയുടെ സ്ഥായി ഭാവമൊക്കെ വരികയായിരുന്നു ഈ സാധനമൊക്കെ? വരുമായിരുന്നു. ഫോട്ടോഗ്രാഫർ പറയും ചിരിക്കെന്ന് പറയും. അപ്പൊ ഞാൻ പിന്നെ എനിക്ക് എന്റെ കണക്ഷൻ പോകും ചില നേരത്തെ. കുറെ നേരം ചിരിച്ചു വെക്കുമ്പോഴേ എനിക്ക് ശീലമില്ല, അതാണ് മെയിൻ ആയിട്ട്. അപ്പൊ ഫോട്ടോഗ്രാഫർ ഇങ്ങനെ ഒരു ഇത് തരും, ചിരി പോണുണ്ട് എന്ന് പറയുന്നു, പിന്നെ ചിരിക്കും. പെണ്ണ് കാണല് വേണം എന്ന് ആരായിരുന്നു പ്ലാൻ ചെയ്തത്? പെണ്ണ് അത് ഫാമിലി ആയിട്ട് അവർക്ക് എന്തായാലും പരിചയപ്പെടണല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് പെണ്ണ് കാണല് വെച്ചത്. പക്ഷെ ചേട്ടനൊന്ന് കരുതിയിരുന്നോ? ഇത്രയും നാളും കാക്കയും പൂച്ചയും പട്ടിയും കൊക്കും അമ്മയൊക്കെ ആയിരുന്നു, ഇനി ചേട്ടനാണ്. ഞാനിപ്പോ കുറച്ച് നാളായിട്ട് ഞാനാണ് ഇവളുടെ മെയിൻ ഇര. ഇത്ര നാൾ കാക്കയും പൂച്ച പട്ടി, ഇനി 2 കാക്ക 2 പട്ടി 2 പൂച്ച അല്ല. ഞാൻ എല്ലാ പക്ഷി മൃഗാദികളുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അവരൊക്കെ ഭയങ്കരമായിട്ട് വാച്ച് ചെയ്യുന്നു തോന്നുന്നല്ലേ വീട്ടിൽ വരുന്ന? ഉണ്ടാവും. എന്റെ വീട്ടിലെ പൂച്ചക്കൊക്കെ എന്ത് ഇഷ്ടാന്നറിയാം. ആണല്ലേ, എന്ത് പറഞ്ഞാൽ വിശ്വസിക്കും. കൊക്കിനൊക്കെ ചെയ്യുന്നുണ്ടപ്പോ ഞാൻ കൊക്കിനൊക്കെ ഇത്രയും ഇങ്ങനെ പഠിച്ചു വന്ന് ചെയ്യണം വിചാരിച്ചു കാണില്ല. കൊക്കിന് ഇത്രയും. അപ്പൊ പ്രിപ്പയർഡ് ആണോ അതിന്? ഇനി ചേച്ചിയുടെ വീഡിയോസ് ഒക്കെ പേടിപ്പിക്കാതെ പറഞ്ഞു. നമ്മൾ ആക്ച്വലി ഇപ്പൊ സത്യം പറയാ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് ആലോചിക്കുമ്പോഴാണ് ആ ഒരു ഇത്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് തന്നെയാണ് ഇപ്പോഴും സ്റ്റിൽ. ആ ഒരു സെറിമണി ഒന്ന് കഴിഞ്ഞ് കിട്ടേണ്ട പ്രശ്നമേ ഉള്ളൂ. എന്നാ ചേച്ചി കല്യാണം? അറിയില്ല, ഇക്കൊല്ലം ഉണ്ടാവും. ഇപ്പൊ പറയില്ല കേട്ടോ, ഞങ്ങള് പറയില്ല. ഞങ്ങൾ സേവ് ദ ഡേറ്റ് ഒക്കെ ഇറക്കിയിട്ട് അറിയിക്കുള്ളൂ. ഓക്കെ, അപ്പോഴേ അറിയുള്ളൂ. എന്നാലും വീഡിയോസ് ഒക്കെ ചെയ്യാൻ ചേട്ടന് ഇഷ്ടമാണോ ആക്ടിങ്? എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമൊന്നും ഇപ്പൊ ഇല്ല. പണ്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു, സിനിമ വന്നത് അഭിനയിക്കാൻ വേണ്ടിയൊക്കെ. പിന്നെ പതിയെ മാറി. ഇഷ്ടമില്ലപ്പോ ഇഷ്ടമല്ലെങ്കിൽ നിർബന്ധിച്ച് ചെയ്യിക്കുന്ന പോലെ
ചെയ്യടാ. ചെയ്യട്ടോ. മുന്നേ പരസ്പരം ഇങ്ങനെ ഇഷ്ടങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിർബന്ധമായിട്ട് ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഇതൊക്കെയാണ് എന്റെ ഇഷ്ടങ്ങൾ എന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് പുള്ളിക്ക് അറിയാം എനിക്ക് എന്തൊക്കെയാണ് ഇഷ്ടങ്ങൾ എന്നുള്ളതൊക്കെ. അതാണ് നമ്മൾ ഫ്രണ്ട്സായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ നമ്മളിതൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. എനിക്ക് മെയിനായിട്ട് എനിക്ക് ഈ വീഡിയോ എനിക്ക് പലപ്പോഴും എനിക്ക് നിർത്തേണ്ടി വന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഈ വീഡിയോ ക്രിയേഷൻ എന്ന് പറയുന്നത് അത് അങ്ങനെ പല പ്രഷറും ഉണ്ട്. ഇപ്പോൾ അക്കേൻ്റെ ലൈഫിലേക്ക് വന്നേക്ക് മുമ്പ് എന്താ ഇപ്പം ഈ കല്യാണാലോചന ഒക്കെ നടക്കുമ്പോൾ എനിക്കത് പ്രശ്നമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് പല ആളുകൾക്ക് അത് ഈ വീഡിയോസ് ചെയ്യുന്ന ഒരു കുട്ടിയെ ചിലപ്പോൾ ഇഷ്ടപ്പെടണം എന്നില്ല. അപ്പോൾ ആള് വന്നപ്പോൾ ആൾക്ക് അതൊക്കെ ഒരു പ്രശ്നവും ഇല്ല. നീ എന്താന്ന് വെച്ചാൽ ചെയ്യ്, നിനക്ക് അതൊന്നും ഒരു പ്രശ്നമില്ല. അപ്പം അതാ ഞാൻ പറഞ്ഞത്, കുറേ എൻ്റെ ഇഷ്ടങ്ങൾ പുള്ളി കുറേ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഓക്കെ നിർത്തേണ്ട സിറ്റുവേഷനിൽ ചേച്ചി നിർത്തിയിട്ടൊന്നുമില്ലല്ലോ? നിർത്തിയിട്ടില്ല, കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഞാൻ സത്യം പറയും, ഇപ്പൊ ഞാൻ ഒരു നല്ലൊരു സോഴ്സ് ഓഫ് ഇൻകം എനിക്കത് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാനത് നിർത്തേണ്ട ആവശ്യമില്ല. ഇപ്പൊ നെഗറ്റീവ്സ് തുടക്ക സമയത്ത് പറഞ്ഞവരുണ്ട്, ഇപ്പോഴും ആരൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ എനിക്ക് പിന്നെ അത് വിഷയമില്ല. ഇപ്പൊ ആളെന്റെ കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്തെങ്കിലും പറയാം, എനിക്കെന്ത് എന്തെങ്കിലും പറയാം. ചേട്ടന്റെ കണ്ടന്റ് ഐഡിയാസ് ഒക്കെ ഉണ്ട് എപ്പോഴും പറഞ്ഞുതരും. എനിക്ക് ഞാൻ ചെയ്തേക്കുന്ന 1-2 1 മില്യൺ അടിച്ചിട്ടുള്ള ചിലതൊക്കെ ആക്കി പറഞ്ഞു തന്നിട്ടുള്ളതാ. ഓ, അപ്പൊ പിന്നെ ഒടുക്കത്തെ ജാടയും കൂടെ അതെ അതെ, ജാടൊന്നുമില്ല, എന്നാലും ഉണ്ട് 1-2 കണ്ടന്റ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ജാടയല്ല, പിന്നെ നമ്മളിങ്ങനെ ഒക്കെ ഒന്ന് പ്ലീസ് ഒരു കണ്ടന്റ് തരൂ അങ്ങനെ ചോദിക്കണം. കിട്ടിയാ കിട്ടി അങ്ങനെ. ഇതിന് മാത്രം കണ്ടന്റ് എവിടെന്നാ ചേച്ചി? ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് അതൊരു ഫ്ലോയില് വരുമായിരുന്നു. പക്ഷെ എനിക്ക് എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും കിട്ടില്ല. ഞാൻ ഫുള്ള് ബ്ലാങ്കാ. അതെന്താ പറ്റി? ആ ഒരു പെട്ടെന്ന് അപ്പം ബ്രേക്ക് ആയി പോയി. എന്റെ ആ ഒരു മൈൻഡ് അങ്ങ് ബ്രേക്ക് ആയി പോയി. ഇനിയിപ്പോ എനിക്ക് ബ്രേക്ക് ആയി പോയി. ഇനി ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. എനിക്ക് ഇങ്ങനെ ഫ്ലോയിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വരും. പിന്നെ ആളുണ്ടല്ലോ ഹെൽപ്പ് ചെയ്യാനായിട്ട്, കുഴപ്പമില്ല. ഫിലിമിലെ കൊറേ ഐഡിയാസ് ഒക്കെ ഉണ്ടാവും കയ്യില് അല്ലേ? ഇപ്പൊ തരുന്നില്ലടി, കല്യാണം ഇപ്പൊ പുതിയതായിട്ട് ചേച്ചി ഒരു റീൽ ചെയ്തല്ലോ, ഫിറ്റ്നസ് പ്രതിജ്ഞ. അത് ശരിക്കും തുടങ്ങിയോ അതോ റീലിന് വേണ്ടി കണ്ടന്റിന് വേണ്ടി മാത്രം? ശരിക്കും തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട്, പറ്റിയില്ല. അത് ആള് തുടങ്ങി, ആള് ജിമ്മിലൊക്കെ ജോയിൻ ചെയ്തു. പക്ഷെ എനിക്ക് എന്തോ കല്യാണം കൊണ്ട് അങ്ങനെ ഒരു ഉപകാരമെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പറ്റണില്ല. പക്ഷെ ഞാൻ ചെയ്യും. നാളെ അത് വീഡിയോ ഇട്ടപ്പോ നാളെ ഇപ്പൊ എത്ര ദിവസം കഴിഞ്ഞ്? ഇല്ല, നാളെ തൊട്ട്. ചേട്ടൻ എന്തോന്നും മിണ്ടാത്ത? പൊതുവെ ഇങ്ങനെയാണോ? ചേച്ചിയാണ് ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞത്. ചേച്ചി എക്സ്ട്രോവേർട്ടാ, ചേട്ടനാ ഇൻട്രോവേർട്ട്. അയ്യോ, അത് ഞാൻ എങ്ങനെയാണെന്നറിയോ, എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത് ഞാൻ നന്നായിട്ട് സംസാരിക്കും. പക്ഷെ അക്കി പൊതുവേ നന്നായിട്ട് സംസാരിക്കും. കുറച്ചു നേരം ഒന്നും ഞാൻ മുന്നോട്ട് ചിലപ്പോ സംസാരിക്കും. അല്ല, ചേച്ചിക്ക് ഇപ്പൊ സിനിമ അഭിനയൊക്കെ ഇഷ്ടമാണോ? സിനിമ അഭിനയത്തിലോട്ട് വലിയ താല്പര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഒരുപാട് ഓഫേഴ്സ് വന്നിട്ടുണ്ട് അവർക്ക്. അതിനോടൊന്നും നമുക്ക് വലിയ താല്പര്യം ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. വീട്ടിൽ നിന്ന് വിടത്തില്ല. അതല്ല, നമ്മളിപ്പോ 1.5 മിനിറ്റ് റീൽ ചെയ്യുന്ന പോലെ അല്ല ഒരു സിനിമ. അതിൻ്റെതായ കുറച്ച് പരിപാടികളൊക്കെ ഇല്ലേ, അതെനിക്ക് പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം പേടി, രണ്ടാമത്തെ നമ്മൾ എടുത്തില്ല. പേടികളല്ല, നമുക്ക് നോക്കാം, ഭാവിയിൽ നോക്കാം. ഭാവിയിൽ എൻ്റെ ഏട്ടൻ സിനിമ പിടിക്കുമ്പോൾ ഞാൻ അതിൽ പ്രധാന വേഷം ചെയ്യുന്നതായിരിക്കും. നായിക ഞാൻ വേറെ ആരും നായിക സമ്മതിക്കില്ല. നായിക മാത്രമല്ല, വേറെ എന്തെങ്കിലും റോള് മെയിൻ ആയിട്ടുള്ളതൊക്കെ ഉണ്ടെങ്കിൽ പോന്നോട്ടെ. നമ്മൾ എടുക്കുന്നിട്ട് വീട്ടിട്ട് കാണും. ഓക്കെ, സിനിമയുടെ പ്ലാനിംഗ് ഒക്കെ നടക്കുകയാണോ ശരിക്കും? ആക്ച്വലി ഇപ്പൊ ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട്, ഓക്കെ, ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ്. അതിൽ ചേച്ചിക്ക് ഒരു റോൾ ഉണ്ടോ? ഞാൻ ഡയറക്ഷൻ ഞാനല്ലല്ലോ, അപ്പൊ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാന്നൊക്കെ. ഡയറക്ടർ ആയാ കിട്ടുമോ? നോക്കാം, ശരിക്കും നോക്കാം. ഇതൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്യണം. ഇത് ഞാനെടുത്ത് സൂക്ഷിച്ചു ഈ വർഷം മാത്രം. നല്ല ചാനലല്ലേ, അടിപൊളിയാണ്. ചേച്ചിയുടെ ഒരു പോസിറ്റീവ് ആൻഡ് ഒരു നെഗറ്റീവ് പറ. പോസിറ്റീവ് എന്നെ വെച്ചിട്ട് നോക്കുകയാണോ, അങ്ങനെയാണോ പറയുന്നത്? ചേട്ടന് തോന്നിയ ഒരു പോസിറ്റീവ് ആൻഡ് ഒരു നെഗറ്റീവ്. ഞാൻ നോക്കുവാണെങ്കിൽ ഞാനൊന്ന് നോക്കട്ടെ. എന്താ, എന്നെ ഫുൾ സപ്പോർട്ടാണ്. ഇപ്പൊ എനിക്കിപ്പോ ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് എൻ്റെ ഫാമിലിയിൽ നിന്നും അധികം സപ്പോർട്ടില്ല. പക്ഷെ
പുള്ളിക്കാരി ഫുൾ സപ്പോർട്ടാണ്. അതാണ് പുള്ളിക്കാരുടെ ഏറ്റവും പോസിറ്റീവ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോസിറ്റീവ്. അങ്ങനെയാണ് റിലേഷൻഷിപ്പ് ആവുന്നത്. നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ വേണം. നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാൾക്ക് ഒരു സപ്പോർട്ടായിട്ടൊരു വ്യക്തി ഉണ്ടെങ്കിൽ ഭയങ്കര എനർജി ഉണ്ടാവും. ആ ഒരു എനർജി സ്റ്റേഷനാണ് എനിക്ക് പുള്ളിക്കാരി. നെഗറ്റീവ് അടുത്ത ചോദ്യം അത് നെഗറ്റീവ് അല്ല, ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളാണ്. ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും കാര്യത്തിൽ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോഴേ കരഞ്ഞ് ആകെ സീനാവും. ഇത് കഴിഞ്ഞിറങ്ങിയിട്ട് ബാക്കി തരാം. അത് മാത്രമേ നെഗറ്റീവ് ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള. ഇനി എന്റെ അടുത്ത് ചോദിക്കും. അയ്യോ ഞാൻ റെഡി ആയിട്ടിരിക്കാൻ പറയാന്ന്. പോസിറ്റീവ് പോസിറ്റീവ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സപ്പോർട്ട്. അത് ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, അതാണ് കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്നത് ആളുകള് നമ്മുടെ കൂടെ നിൽക്കാഞ്ഞിട്ടാണ് നമുക്കിത് ഈ ഒരു ഫീൽഡിൽ നിൽക്കാൻ പറ്റാത്തത്. അപ്പൊ അങ്ങനെ ഒരാളെ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആളോട് നമുക്കൊരു ഇഷ്ടം തോന്നാം. അത് തന്നെയാണ് എനിക്കിപ്പോഴും ഞാൻ ഈ റിലേഷൻഷിപ്പിൽ ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫാക്ടർ അത് തന്നെയാണ്. നെഗറ്റീവ് പറയട്ടെ ഞാൻ, ദേഷ്യം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ ദേഷ്യപ്പെടുന്ന ചില്ലറ ദേഷ്യം അങ്ങനല്ല, ഷോർട്ട് ടെമ്പേർഡാണ്. നമ്മൾ ഷോർട്ട് ടെമ്പേർഡാണ്. ആ ഒരു പോയിന്റിൽ ഭയങ്കര റേസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് സോറി അത് കഴിഞ്ഞ് സോറി പറഞ്ഞിട്ടെന്താ കാര്യല്ലേ, പെട്ടെന്ന് വരുന്നല്ലേ. ചേട്ടൻ സൂക്ഷിച്ചോ, ഓരോ ബിറ്റും കണ്ടന്റ് ആവും മോനെ. ആക്കിയിട്ടുണ്ട് അവള്, ഞാൻ എന്തൊക്കെയോ പറഞ്ഞൊക്കെ ആക്കിയിട്ടുണ്ട് അവള് കണ്ടന്റ്. അപ്പൊ ഞാനിപ്പോ സൂക്ഷിച്ച അതെ അതെ അതെ, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതൊക്കെ ഞങ്ങൾ സോൾവ് ചെയ്യും. ഞങ്ങളുടെ ദേഷ്യമൊക്കെ 10 മിനിറ്റത്തേക്ക് ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോ പോണ വഴിക്ക് എന്തെങ്കിലും പറഞ്ഞ് അടി ഉണ്ടാക്കണം, വീട് വരെ എത്താൻ എന്തെങ്കിലും എന്റർടൈൻമെന്റ് വേണ്ടേ, ഫ്രണ്ട്സ് ആയിട്ട് ഇരുന്നിട്ട് അതിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോഴും ട്രാക്കിലേക്ക് എത്തിയിട്ടില്ലല്ലേ, പ്രശ്നമുണ്ട് നമുക്കത്. പാർട്ട്ണർ വൈബ് നമുക്ക് ഇതുവരെ പെട്ടെന്ന് കല്യാണത്തിലേക്ക് എത്തിയത് വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടാണ്. അതെ അതെ, ഒരു പെട്ടെന്നായിരുന്നു ഷട്ടപ്പെട്ട ഞങ്ങൾക്ക് ഒരു ശ്വാസം കൊണ്ടാൻ സമയം തന്നില്ല. എപ്പോഴായിരുന്നു ഒരു 3 months മുന്നെയാണ് പെണ്ണ് കാണല് ഉണ്ടായത്. പെണ്ണ് കാണലിന് മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു 10-15 ദിവസം അല്ലേ, ആ ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുള്ളൂ. പെട്ടെന്നായിരുന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞ് എൻഗേജ്മെന്റ് കഴിഞ്ഞു, കല്യാണം. ഇടയ്ക്ക് മോതിരം കാണുമ്പോഴോ ഇതെനിക്കെന്തോ എനിക്കൊരു പുതിയൊരു സംഭവം. ഞാൻ മോതിരം ഇടാറില്ല. എനിക്ക് ഇത് തന്നെ എനിക്കൊരു പുതിയൊരു സാധനം എന്തോ എന്റെ കയ്യിൽ കിടക്കുന്ന പോലെ. പിന്നെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. അങ്ങനെ അതൊരു കണ്ടന്റ് ആക്കി ചേച്ചി. ഇപ്പൊ കിട്ടിയില്ല, ഇവിടെ നിന്ന് കണ്ടന്റ് കിട്ടിയില്ല. ഓക്കെ, ഇനി ഞാൻ കുറച്ച് ചോദ്യങ്ങള് ചോദിക്കാൻ പോവാണ്. ഓക്കെ, ഒരു ഗെയിം സെക്ഷൻ പോലെ. ആരാണെന്ന് പറയണം, സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. എന്ത് കോടതിയാ? ഓക്കെ, ചെയ്യട്ടെ. റാപ്പിഡ് ഫയർ പോലെ കേട്ടാ. മറവി കൂടുതൽ ആർക്കാണ്? ഭയങ്കര മറവിയാണ് ചേച്ചി. ചേച്ചി എന്താ പേടിക്കണ, ചീത്തയൊക്കെ നിർത്തിട്ടാണ്? ഇടയ്ക്ക് എന്നെ തന്നെ മറക്കാറുണ്ട്. അവളെ ഞാൻ ഒരു ദിവസം മറന്നിട്ടുണ്ട്, ബൈക്ക് കയറ്റാതെ പോയിട്ടുണ്ട്. ഞാൻ തിരിച്ചു വന്നു, തിരിച്ചു വന്നിട്ട് അല്ല, ഇവള് കരുതി ഞാൻ മുമ്പിലേക്ക് എടുക്കുവാണെന്ന്. അപ്പൊ ഞാനിത് വിട്ടു, ഞാൻ എന്തോ ആലോചിച്ചിട്ട് ഇങ്ങനെ പോയി, ഒരാളെ എടുത്തിട്ടില്ല. യൂട്ടേൺ അടിച്ചിട്ട് തിരിച്ചു വന്നു. അത് ഞാൻ പറഞ്ഞു, ഞാനത് അവിടെ വരെ പോയത്. വിശ്വസിച്ചു. പാവം. ഓക്കെ, പൈസ ചെലവ് കൂടുതൽ ആർക്കാണ്? ഇതതിന് വലിയ ചെലവൊന്നുമില്ല അല്ലേ? ഞാൻ ലോ മെയിന്റനൻസ് ഗേൾഫ്രണ്ട് ആണ്, പറയാറുണ്ടല്ലോ. മുട്ട പപ്സും ചായ പരിപാടി തീർന്നു. അത് മതി. അങ്ങനെ പല ബോയ് ഫ്രണ്ട്സിന് കിട്ടാത്തൊരു ഭാഗ്യമാണ് മുട്ട പപ്സും ചായ. മുട്ട പപ്സ് ഭയങ്കര ഇഷ്ടം. അതും വാങ്ങിത്തരാം. ഓക്കെ, ഇന്നത്തേക്കുള്ളതായി ആകെ ആ പൈസ മാത്രം പുറത്തു പോയി അത് മാത്രം വാങ്ങിച്ചു കൊടുത്താൽ ഹാപ്പി ആയിരിക്കും അല്ലെ? അപ്പൊ ഇനി ദേഷ്യപ്പെട്ട് സോറി പറയണ്ട, മുട്ട പപ്സ് വാങ്ങിച്ചുകൊണ്ട് കൊടുത്താൽ മതി. നന്നായി പാട്ട് പാടുന്നത് ആരാണ്? ഏതെങ്കിലും ഒന്ന് പറയണം. നിങ്ങളൊരു മെയ്ഡ് ഫോർ ഈച്ച് അതർ കപ്പിൾസ് ആവേണ്ടതാണ്. ഇത് അങ്ങടും ഇങ്ങടും തട്ടിക്കളിക്കരുത്. ഞാൻ പാടുവോ? ഞാനത് ഇപ്പഴും അറിയണം, ഞാൻ പാടും തന്നെ. അതിപ്പോ ഞാൻ പാട്ട് പാടിക്കും ഓർത്തിട്ടല്ലേ പറയാ. ഞാൻ പാടുന്നു വിചാരിക്കണ്ടേ?
എനിക്ക് പാട്ട് പാടുന്ന വെറുതെ പറയാ. ഓ ചേട്ടന് മാത്രമേ പാടി നമ്മൾ അങ്ങോട്ടും ഇങ്ങനെ കൊടുക്കുള്ളൂ. പേഴ്സണലി അങ്ങോട്ടും ചേട്ടന് ഞാൻ പാടി കൊടുക്കും, വേണമെങ്കിൽ അത് പാടാം. ആ പാടുവോ? ചേട്ടന് പാടിക്കൊടുക്കാൻ പാട്ട് താകൃതാളം നല്ല താകൃതാളം താകൃതാളം നല്ല താകൃതാളം താകൃതാളം നല്ല താകൃതാളം വാഴും കൊടുങ്ങല്ലൂരില്ലമ്മേ ദേവിയെ. ഇതൊക്കെയാണ് ഞാൻ പാടുന്നത്. ഞാൻ ഈ റൊമാൻറ്റിക് പാട്ട് റൊമാൻറ്റിക് പാട്ടൊന്നുമില്ല നമുക്ക്. ചേട്ടൻ ഒരു ചാൻസ് ഞാൻ തരട്ടെ, ഒരു റൊമാൻറ്റിക് പാട്ട്. വരില്ലടാ റൊമാൻറ്റിക് ഒരു റൊമാൻറ്റിക് പാട്ട്. പാവം എന്താ നാണം കെടുന്നു. റൊമാൻറ്റിക് പാട്ട് മലയാളം മതിയോ? ആ ഹിന്ദി വേണോ തമിഴ് വേണോ? ആ മലയാളം. എന്റെ എല്ലാം എല്ലാം അല്ലേ, എന്റെ ചേലത്തെ ചെമ്പരുന്നല്ലേ, ഏട്ടന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ ഞാനല്ലേ. മതിയില്ലേ? മതി. ഏട്ടന്റെ കാലിലും പാദസരം ഞാനല്ലേ അല്ലേ? സൂപ്പർ. കയ്യിലേക്ക് ചേട്ടൻ. ഇത് പുതിയതാ. എന്ത് ഈ പാട്ടോ? സന്തോഷായില്ലേ? അങ്ങനെ ഹാപ്പി ഫ്രെയിംസിലൂടെ അഖിൽ ചേട്ടൻ ഇതാ ഗ്രീഷ്മ ചേച്ചിയുടെ അടുത്തുനിന്ന് ഒരു റൊമാൻറ്റിക് സോങ് കേൾക്കാനുള്ള ഒരു അവസരം ഞാൻ കൊടുത്തില്ല. ആദ്യമായിട്ടാ എന്റെ പാട്ടിന് കൈയിടി. സന്തോഷായ? താങ്ക്സ് ഒന്നും വേണ്ട, കുഴപ്പമില്ല. എന്താ ഓക്കെ. ഓവർ തിങ്കിങ് കൂടുതൽ ആർക്കാണ്? എനിക്കാണ്. എനിക്കിങ്ങനെ അതിന്റെ ആളാന്നല്ലേ ചേട്ടന്റെ എക്സ്പ്രഷൻ ഇങ്ങനെ. റീസെന്റ് ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ഞാൻ പ്രശ്നം എന്താണെന്ന് പറയത്തില്ല. പുള്ളിക്കാരി കല്യാണത്തിന് പരോളെടുത്ത് വരുന്നൊരു അവസ്ഥ അതുവരെ ചിന്തിച്ചു. ജയിലാവും ഞാൻ, അറസ്റ്റിലാവും ഞാൻ, പരോളിൽ ഞാൻ വന്ന് കല്യാണം നടത്തുന്നൊക്കെ ആ ലെവലിൽ ചിന്തിച്ചു. വീഡിയോ കോണ്ടന്റ് ഇഷ്യൂ വന്നതിന്റെ ഞാൻ വിചാരിച്ചു എന്നെ പോലീസ് അടിച്ചിട്ടുണ്ടോന്ന് വിചാരിച്ചു. കല്യാണത്തിന് താലിയായിട്ട് ജയിലിൽ വരേണ്ടി വരും, മറ്റേ സംവരണത്തിലെ ഹേബിൽ നിശ്ചലനം കാണാൻ പോകുന്നു. ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചു ചെറുതായിട്ട്. ഭാഗ്യത്തിന് ഇതുവരെ പോലീസ് വന്നില്ല, ഇനി വരുമെന്നറിയില്ല. മോഹൻലാലിനെ കാണാനായിട്ട് നിരഞ്ജൻ അതെ. കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് ആരാണ്? ഇത് പിന്നെ മുട്ട പപ്സ് മതിയല്ലോ. എവിടെ അങ്ങനെയല്ല, അത് ഇടയ്ക്ക് എത്ര പൊറോട്ട കഴിക്കും ചേച്ചി? ഹെവി ആയിട്ടുള്ള അങ്ങനെയല്ല. എടാ അത് അങ്ങനെയല്ലടാ, ഞാനിപ്പോ ഡയറ്റാണ്. കല്യാണത്തിന് വേണ്ടി ഡയറ്റാണോ? കല്യാണത്തോണ്ട് ഞാൻ ഡയറ്റാണ്. അതുകൊണ്ട് ഇപ്പൊ ഒരു മറ്റു പെപ്സിക്ക് ഞാൻ ഒരു ദിവസം കഴിക്കും. ചുമ്മാടാ, അത് മുമ്പ് കഴിക്കുമായിരുന്നു എന്റെ കൂടെ ഉള്ളപ്പോ. നല്ല തീറ്റ. ഞാൻ കഴിക്കുന്നതിനേക്കാളും കൂടെ കഴിച്ചിട്ടുണ്ട്. ആണല്ലേ? ഇല്ലേ? കഥകൾ വിളമ്പാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അടിയായി പറയേ. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. ഞാൻ മിണ്ടുന്നുണ്ടല്ലോ. പറയേ എന്താ കഴിച്ചതെന്ന് ഏറ്റവും കൂടുതൽ? എന്തോ റൈസ് എന്തോ ഞങ്ങള് ഇവരെ ആർക്കെങ്കിലും കാണണമെങ്കിൽ ലുലു പോയെങ്കിലും നിന്നാ മതി. അപ്പൊ എല്ലാവർക്കും ഹൈപ്പർ മാർക്കറ്റ് ചെല്ലുന്നു, അവിടെയൊക്കെ നടന്നിട്ട് വാങ്ങിക്കുന്നു, മോളിൽ പോയിരുന്നു കഴിക്കുന്നു. എല്ലാരും ചെയ്യുന്നു. ഈ സംസാരിച്ചിരിക്കുമ്പോ ഞാൻ കഴിച്ചോണ്ട് എനിക്ക് വിഷമം മാറിയിട്ടുണ്ടാവില്ല, പക്ഷെ ഫുഡ് തീർന്നിട്ടുണ്ട്. അപ്പൊ ഓക്കെ കഴിച്ചിട്ടുണ്ട് അങ്ങനെ മനസ്സിലാക്കും. ഓക്കെ. ഇനിയിപ്പോ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും ഫുഡ് കുക്ക് ചെയ്യാൻ സാധ്യത ഉള്ളത് ആരാണ്? അതൊന്നും അറിയില്ല. നേരെ ചായ ഇടാൻ അറിയത്തില്ല. ചായ കുടിച്ചിട്ടുണ്ടാ? എനിക്ക് ചായ ഇടാനൊക്കെ അറിയാം. ചായ ഇടാൻ അറിയാം, പപ്പടം വറക്കാൻ അറിയാം, മുട്ട പൊരിക്കാൻ അറിയാം. വെള്ളം ചൂടാക്കാൻ ചില്ലറ പണിയാ. മാഗി അറിയാം. എനിക്കറിയാം. ഹലോ, മീൻകറി വെക്കാൻ അറിയാം. ഇപ്പൊ പഠിച്ചു. ഒരു ദിവസം ഞാൻ വെച്ച മീൻകറി ഞാൻ കൊണ്ട് കൊടുത്തു. ജീവനുണ്ട്. ചേട്ടൻ വന്നിട്ട് കുക്ക് ചെയ്യും? ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത്, അപ്പൊ കുക്ക് ചെയ്യും. അമ്മ എന്താന്ന് വെച്ചാൽ കല്യാണമൊക്കെ ആവാൻ പോവല്ലേ, അമ്മയുടെ വക ഉപദേശമൊക്കെ ഉണ്ടാവല്ലോ. ഉണ്ട്. അമ്മയും മെയിനായിട്ട് ഈ കുക്കിംഗ് പഠിക്കുമ്പോളേന്നാ പറയാം. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് ആ ഒരു ഇത് വന്നില്ല, ഒരു വഴക്കം വന്നില്ല. പക്ഷെ ഞാൻ ചെയ്തുട്ടോ, ഞാൻ വെക്കാറൊക്കെ ഉണ്ട്. ഇപ്പൊ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പൊ പെണ്ണുങ്ങളെ കഴിഞ്ഞ ശേഷം അമ്മയെ സഹായിക്കും, അടുക്കളയിൽ കയറുന്നുണ്ട്. ഇപ്പൊ ഒരു തോന്നൽ വരും ഞാൻ അടുക്കളയിൽ കയറാറില്ല, അമ്മയെ സഹായിക്കാറില്ല. സഹായം മീൻസ് ക്ലീനിങ് പരിപാടികളൊക്കെ മുമ്പ് സഹായിക്കാറുണ്ട്. ഇപ്പൊ കുക്കിങ്ങിനോട് ഞാൻ അങ്ങനെ എത്തി നോക്കാറില്ലായിരുന്നു. അവളുടെ ഇരിപ്പുണ്ട്, അവളെന്തെല്ലാം ചെയ്യുന്നത്. ഞാൻ ബാക്കിയെല്ലാം ചെയ്യും. എനിക്കും കുക്കിംഗ് ആണ് പ്രശ്നം. പ്രശ്നം. പക്ഷെ നോക്കിക്കോ, കല്യാണം കഴിഞ്ഞ്
ചിക്കൻ കറി ഞാൻ വെച്ച് തരും, കഴിക്കണേ. ഇപ്പൊ തന്നെ മോഹൻ. ചേട്ടൻ എന്താ തിരിച്ചുണ്ടാക്കി കൊടുത്തേ? എനിക്ക് കുറേ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നല്ലേ? നല്ല taste. മുഖത്തുള്ള ഭാവത്തിന് അറിയാം. നന്നായിട്ട് കുക്ക് ചെയ്യും, അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതായിരുന്നു ചേട്ടൻ ഉണ്ടാക്കി? ചേട്ടൻ ഒരു ഉണ്ടാക്കി സ്പെഷ്യൽ വിഭവം. ചിക്കൻ കറി ഉണ്ടാക്കി തന്നിട്ടുണ്ട്, അടിപൊളിയാ. ഓക്കെ, പറഞ്ഞ കേക്കാത്തത് ആരാണ്? ഞാൻ അങ്ങോട്ട് കാണിച്ചതാ. പുള്ളിക്കാരി ഞാൻ പറയുന്ന കാര്യങ്ങൾ പുള്ളിക്കാരി ഞാൻ അധികം കേൾക്കാറുണ്ട്. ഉപദേശങ്ങൾ ഇഷ്ടല്ല, ഇഗ്നോർ ചെയ്യുമല്ലോ ignore ചേച്ചി. ചെയ്യും. അങ്ങനെയല്ല ചില കാര്യങ്ങളെ നമ്മള് അതങ്ങനെ ചെയ്യുന്ന പറയും. ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും അത്. അപ്പൊ ഞാൻ അത് നല്ലതല്ലേ? ചിലപ്പോ പുള്ളിക്കാരിക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടില്ല. അപ്പൊ ഞാൻ എന്റെ ഇഷ്ടത്തിന് ആ കാര്യങ്ങൾ ചെയ്യും. എന്തെങ്കിലും ചെയ്യും. ചിലപ്പോ ഇത് തന്നെയാണ് നല്ലതാ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതാ നല്ലത്. എന്തെങ്കിലും ചെയ്യും, അത്രേ പറയുള്ളൂ. ഓക്കെ. ഇപ്പോഴും വീട്ടുകാരുടെ ചീത്ത കേൾക്കുന്നത് ആരാണ് കൂടുതൽ? എനിക്കങ്ങനെ ചീത്ത കേൾക്കാറൊന്നുമില്ല. അമ്മ ഇടയ്ക്ക് എന്തെങ്കിലും ഒക്കെ പറയും, അതെന്റെ നല്ലതിന് വേണ്ടിയല്ലേ. അത് പക്ഷെ ഡെയിലി ഉണ്ടെന്ന് മാത്രം. ഡെയിലി ഉണ്ട്, ഡെയിലി 2-3 മണിക്കൂർ. ചേട്ടൻ ഇടപെടേണ്ടി വന്നിട്ടുണ്ടോ ഇവരുടെ വഴക്കില്? ഇല്ലില്ല, അത് കല്യാണം കഴിഞ്ഞാലേ ഇടപെടേണ്ടി വരുള്ളൂ. ഇപ്പൊ വേണ്ടടാ, എന്ത് വേണ്ടെന്ന് അപ്പോഴും ഞാൻ ഇടപെടില്ല. നിങ്ങളായി നിങ്ങളുടെ പാടാ, അതായിരിക്കും നല്ലത്. പുള്ളിക്കാരി അമ്മ ഭയങ്കര കൂട്ടാ. അത് നമുക്ക് ഇതൊക്കെ അപ്പൊ കാണുമ്പോഴേ അതുകൊണ്ട് അറിയാം. ഞാൻ ഇടപെട്ട് തീർക്കേണ്ട പ്രശ്നങ്ങളൊന്നും ഇടയ്ക്ക് റെഡി കിട്ടും. അച്ഛൻ എന്ത് പറഞ്ഞു ചേച്ചി? കല്യാണം അച്ഛൻ ഭയങ്കര ടെൻഷനില്ല. അച്ഛൻ ഡെയിലി അമ്മനെ വിളിച്ചിട്ട് കല്യാണ ടെൻഷൻ പറഞ്ഞോണ്ടിരിക്കുക. അമ്മ ഞാൻ ഇതുവരെ അതിന്റെ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ അച്ഛൻ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് കല്യാണം ആദികൾ. അച്ഛൻ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ വിളിക്കും. അച്ഛനാണ് ടെൻഷൻ, വേറെ ഞങ്ങൾക്ക് ടെൻഷൻ തുടങ്ങിയിട്ടില്ല. രണ്ട് സ്ഥലത്തല്ലേ, എറണാകുളം ട്രിവാൻഡ്രം. അതാണ് അപ്പൊ അതിന്റെ ഒരു പ്രശ്നമുണ്ട്. ട്രിവാൻഡ്രം സ്ലാങ് ഒക്കെ പഠിച്ചാ വന്നുണ്ടോ ഇപ്പൊ ഇങ്ങനെ എനിക്ക് ട്രിവാൻഡ്രം, എനിക്ക് ചില വാക്കുകൾ ഞാൻ കുറച്ചുനാൾ ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്നു. കാരണം അച്ഛൻ അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഒരു 1.5 കൊല്ലത്തോളം ഞാൻ ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അവിടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവരുടെ അടുത്ത് പറയുമ്പോൾ ചില വാക്കുകൾ കിട്ടും, വന്നാണ് നിന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില വാക്കുകൾ, അങ്ങനെ ഒരു സ്ലാങ് ആയിട്ടല്ല, ചില വേർഡ്സ് കിട്ടും. അതിപ്പോഴും എന്റെ വായിൽ വരും ഇടയ്ക്ക്. ഒരെണ്ണം ചെയ്തില്ലായിരുന്നു അമ്മയായിട്ട്? അത് ഞാൻ പറയും ആളുടെ ഐഡിയ ആണ്. അതിന് കുറെ കമന്റ് സെക്ഷനിൽ ട്രിവാൻഡ്രത്തുള്ളവരൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇങ്ങനെയല്ല, നമ്മളിങ്ങനെ സംസാരിക്കുന്നു. പക്ഷെ നമ്മളവിടെയൊക്കെ എങ്ങനെ സംസാരിക്കും? നമ്മൾ ഭയങ്കര ഉൾപ്രദേശമൊന്നുമല്ല, കഴക്കൂട്ടത്തിന് അടുത്തുള്ള സ്ഥലമാണ് അതിന്റെ സ്ഥലമൊക്കെ. അപ്പൊ നമ്മളവിടെയൊക്കെ എങ്ങനെ സംസാരിക്കും? കുണ്ടണി എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. തുറപ്പ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യമാണ്. എന്തിനപ്പി എന്ന് അത് വേറെ പാറശാല നെയ്യാറ്റിങ്ങര സൈഡിൽ സംസാരിക്കുന്നതാണ്. നമ്മള് എന്തിരടേ ഇത് പറയും, എന്തിരടേ എവിടെ പോണ നീ, ഇതിങ്ങനെ സംസാരിക്കാം. ട്രിവാൻഡ്രം സ്ലാങ് അല്ല അത്. നമ്മള് ജനിച്ചപ്പം തൊട്ട് അമ്മ അച്ഛൻ എല്ലാവരും പറഞ്ഞ് കേൾക്കുന്ന. അതിപ്പം എനിക്കങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ട്രിവാൻഡ്രം ലാംഗ്വേജ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കളിയാക്കുന്നവർ, ഈ കോമഡിക്കാർ, അവരൊക്കെ പറയുന്നൊരു സംഭവമാണ്. അത് കേട്ടിട്ട് നമുക്ക് വിഷമം ഉണ്ടാക്കുന്നെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് നമ്മൾ വെറുക്കുന്നു എന്നൊരു ഫീലല്ലേ. എനിക്ക് ഇപ്പം എന്തിടേന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിവാൻഡ്രം സ്ലാങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ എന്തെങ്കിലും ഇവള് ഇപ്പം അടുത്തുള്ള സമയത്ത് ഉപദ്രവിക്കും, അപ്പം കുണ്ടണി കാണിക്കാതിരിക്കും, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്കുകൾ ഓർത്തോർത്ത് വയ്ക്കും. തുറപ്പ, മുറ്റേറ, ഇതൊക്കെ പറഞ്ഞിട്ട് ഓരോ വാക്കുകളുണ്ടല്ലോ, ഇതൊക്കെ ഓർത്ത് വെച്ചിട്ട് എനിക്ക് തന്ന പണിയാണത്. എനിക്ക് ഇങ്ങനെയൊക്കെയല്ലേ പണി വരാൻ പണിയാ. അല്ലാതെ കണ്ടന്റ് ആക്കി ഞാൻ അറിഞ്ഞു. ഇപ്പൊ എന്നോട് പറഞ്ഞില്ല അത് കണ്ടന്റ് ആക്കുന്നത്. അതെന്റെ ഒരു ടോക്കൺ ഓഫ് ലവ് ആയിട്ടല്ലേ കൂട്ടണ്ടേ? ആടാ. അല്ല, ചേട്ടന് എന്തേലും പറയുമ്പോ ചേച്ചി എന്ത് പറഞ്ഞിരുന്നിട്ടുണ്ടാ ചില വാക്ക്? ഈ തുടക്കത്തിലൊക്കെ ചില വാക്കുകള്, ഈ കുണ്ടണിയൊക്കെ എന്താന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ മനസ്സിലായി കുണ്ടണി എന്താണെന്ന്. കുണ്ടണി എന്താണ്? കുസൃതിയാ, കൊച്ചുകുട്ടികളെ അങ്ങനെ. ഇപ്പൊ ഞാൻ കംപ്ലീറ്റ്ലി ഫ്ലുവന്റ് ആണ്. ഞാൻ ട്രിവാൻഡ്രം സ്ലാങ് നന്നായി പഠിച്ചു അല്ലേ? നന്നായി പഠിച്ചു. ഓക്കെ. ആരാണ് കൂടുതൽ റൊമാൻറ്റിക്? വരില്ല, അറിയാലോ. നമുക്കത് ശീലില്ല. കുറച്ചൊക്കെയാണ് ഉണ്ടല്ലേ നമ്മുടേതായിട്ടുള്ള ടൈമിലൊക്കെ. അമ്മയൊക്കെ കാണും കേട്ടോ.
അതിനെന്താ എൻഗേജ്മെന്റ് കഴിഞ്ഞല്ലോ. അമ്മയാണെങ്കിൽ അതോർത്തായിരിക്കും പേടിക്കണേ, എന്റെ മോൾക്ക് റൊമാൻസ് ഒക്കെ വരുമോന്ന് ഓർത്തായിരിക്കും അമ്മയുടെ വരും അമ്മ, എനിക്ക് വരും. വരും അമ്മ. ഇപ്പൊ വരുന്നുണ്ട് തന്നെ വരുന്നുണ്ട് 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 ഇടയ്ക്ക് വരും. ഓക്കെ, ചന്ദ്രനിൽ പോകാനൊരു ചാൻസ് കിട്ടിയാൽ ആരായിരിക്കും പോവുക? ചന്ദ്രനിലോ? ആ. പൊയ്ക്കോട്ടെ, ഞാനില്ല, എനിക്ക് നിങ്ങക്ക് നിങ്ങളുടെ ഒരു സ്വഭാവം വെച്ചൊരു ധാരണയൊക്കെ അറിയാലോ, അങ്ങനെ ഒരു ചാൻസ് ആ, ഞാൻ പോവും. നീ ഇവിടെ നിന്നോ, ഞാൻ പോയിട്ട് ഞാൻ വരാം. ഇല്ല, പോയിട്ട് വിളിച്ചാൽ മതി, ഞാനില്ല. എനിക്ക് താല്പര്യം ഞാൻ പോവും. പോയിട്ട് പറഞ്ഞാൽ മതി. വീഡിയോ കോൾ ചെയ്യണം. എന്താ വീഡിയോ കോൾ ചെയ്യാമോ? മതി മതി. ഞാൻ എത്ര സമാധാനമായിട്ട് ഇവിടെ അതെ, അതെ, നിൽക്കട്ടെ. ഇരുന്നോട്ടെ. 3 ദിവസം കുളിക്കാതെ ആര് പിടിച്ചു നിൽക്കും? പറയട്ടെ, എന്തെങ്കിലും വിഷമമില്ല. ഇവരിങ്ങനത്തെ ചോദ്യമൊക്കെ ചോദിക്കുന്നത് ഞാൻ അറിഞ്ഞു. പക്ഷെ എന്റെ ഏട്ടാ കുളിക്കൂട്ടോ, മണ്ണാക്കി. എന്റെ ഏട്ടാ കുളിക്കൊക്കെ ചെയ്യും. പിന്നെ കുളിക്കാണ്ട് പിടിച്ച് നിക്കണേ നിക്കാം, അത്രേ ഉള്ളൂ. ആ, ചേച്ചിക്ക് അത്രേ ഉള്ളൂ. പറ്റില്ലേ? എനിക്ക് പറ്റില്ല. ഞാൻ അവൾ ഡെയിലി കുളിക്കും. ഡെയിലി കുളിക്കുന്ന ആളാണ്. അത് കുളിക്കാതിരിക്കാൻ പറ്റില്ല. അത് കുളിച്ചാലേ അവർക്ക് ഫുഡ് കൊടുക്കുള്ളൂ രാവിലെ. ആ, എന്റെ വീട്ടിൽ അങ്ങനെ ഒരു വീട്ടിലെങ്ങനെയാ? സിസ്റ്റം ഉണ്ട്. കുളിച്ചാലേ ഫുഡ് കിട്ടും. Nice. അത്ര നൈസ് അല്ല. പണ്ട് കുളിക്കാത്തോണ്ടായിരിക്കും അമ്മ അങ്ങനെ ഒരു ശീലം വെച്ചത്. അല്ല അല്ല അല്ല, കമോൺ, അങ്ങനെയല്ല. അതാ അങ്ങനെ അച്ഛനും അമ്മ കൊടുക്കാറില്ല. അങ്ങനെ ഒരു വേണ്ടി കുളിച്ചാലേ ഫുഡ്. കുളിച്ചാലേ. ഞാനതിൽ സ്ട്രഗിൾ ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. അയ്യോ, ഇനിയിപ്പോ ചേട്ടൻ ചന്ദ്രന് രാവിലെ കുളിക്കണമല്ലോ. ഞാൻ കുളിക്കേണ്ടി വരും. അങ്ങനെ കുറച്ച് നിബന്ധനകൾ ഉണ്ട് എന്റെ വീട്ടിൽ. ഹോട്ടലൊക്കെ ഇല്ലേ, അഡ്ജസ്റ്റ് ചെയ്യും. വീട്ടിൽ നിൽക്കണല്ലോ ഇപ്പോ. പുറത്ത് പോയി ഓ, ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ പോയി ശരി. കഴിച്ചാ. ആ, നല്ല കാര്യം. ഓക്കെ, പരദൂഷണം പറച്ചിൽ കൂടുതൽ ആർക്കാണ്? എന്താ കാണിക്കാത്ത ഇങ്ങനെ? സെൽഫായിട്ട് കൈ- അഭിമാനത്തോടെ പറയാൻ പറ്റണം പറയൂ. അതൊക്കെ. ഇതൊക്കെ അഭിമാനമുണ്ടോ? പരദൂഷണല്ല, ഗോസിപ്പുകളൊക്കെ. അതിനല്ലേ പരദൂഷണം എന്ന് പറയണേ. അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല കേട്ടോ. നമ്മളെല്ലാരും പറയും. എല്ലാവരും പറയില്ല. ഞാൻ അങ്ങനെ എല്ലാവരുടെ അടുത്തൊന്നും പറഞ്ഞു നടക്കാറൊന്നുമില്ല. ഞാൻ എന്താ? അമ്മയുടെ അടുത്ത് പറയും, ഉം. പിന്നെ അക്കീടെ അടുത്ത് പറയും. ആ. വേറെ ആരുടെ അടുത്തും പറയാറൊന്നുമില്ല. നമ്മളും അങ്ങനെയൊക്കെ തന്നെയുള്ളൂ ആ. വീട്ടിലുള്ളവരോട്. ആരുടെങ്കിലും പറയണ്ട ഇത്. പിന്നെ അല്ലാതെ ചേട്ടോട്ടും അറിയില്ല. ആ. ഞാൻ തുടങ്ങി വെച്ചാൽ മതി. നോക്കി പറഞ്ഞോളൂ. ആ എടി, അത് സത്യമൊക്കെ. അത് തന്നെ. സ്വന്തമായി കോമഡി പറഞ്ഞിരിക്കണത് ആരാണ്? ഞാനിപ്പോ കോമഡി പറഞ്ഞു ചിരിച്ചു. സ്വന്തമായിട്ട് കോമഡി പറഞ്ഞിരിക്കും. ഇല്ല. സമ്മതിച്ചു തരണ. ആ, എന്നാ ഇടയ്ക്കൊക്കെ അത് എന്റെ ടീം എന്നെ നോക്കുന്നു, കാരണം ഞാൻ എങ്ങനെയാ. അതെന്താ വെച്ചാലേ, കാരണം വേറെ ആരും ചിരിച്ചില്ലെങ്കിൽ നമ്മൾ ചമ്മില്ലേ. അപ്പൊ നമ്മൾ ചിരിച്ച ഞാനിടയ്ക്ക് ചെയ്യാറുണ്ട്. നല്ല ഐഡിയ ആണ്. നല്ല കാര്യല്ലേ. അത്രേ ഉള്ളൂ. ചേച്ചിയുടെ കോമഡിയൊക്കെ അടിപൊളിയാണ് ട്ടോ. അടിപൊളിയാണ്. ഞാൻ അങ്ങനെ നമ്മുടെ പേഴ്സണൽ ടോക്കിനിടയിൽ എന്തെങ്കിലുമൊക്കെ പറയും, പറയും. എന്തെങ്കിലും വലപ്പടിക്കും. ഞാനും അടിക്കും കേട്ടോ. പക്ഷെ ഇത്തിരി സ്കോർ ചെയ്യണത് ചേച്ചിയാണെന്ന്. അതെ, എന്റെ വെളുപ്പുകൾക്കാണ് എപ്പോഴും സ്കോർ കൂടുതൽ. ഡിമാൻഡ് കൂടുതൽ. കൂടുതൽ. ഓക്കെ, ഫോൺ അഡിക്റ്റ് ആരാണ്? Maybe ഞാൻ. ഉം. ന്യൂസ് ചാനൽ കൂടുതൽ പരിപാടി. അതൊരു അഡിക്ഷനിൽ നമുക്ക് പെടുത്താൻ പറ്റില്ലല്ലേ. എന്നാലും അല്ല, ഇപ്പൊ അതിന് ആരെ ഫോൺ അഡിക്റ്റ് അല്ലാത്തേ. അത് ശരി. ഒരു കണക്കിന് വേണമെങ്കിൽ ആരും ആണെന്ന് പറയാം. ഞാനും. ആ, എന്നിട്ടുള്ള ചോദ്യം. അപ്പൊ ഒരു ഞാൻ ഒന്നാമത് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റർ അല്ലേ. അപ്പൊ എനിക്ക് എന്തായാലും ഞാൻ റീൽസ് ഞാൻ കാണും, എന്താണ് പുതിയ ട്രെൻഡിങ് എന്നൊക്കെ അറിയാൻ ഞാൻ ഇങ്ങനെ Reels എവിടെ എന്ത് വരുന്ന പറ്റി comment അറിഞ്ഞിട്ട് വേണം വായിക്കണം. എനിക്ക് ചെയ്യാൻ. ചെയ്യാനായിട്ട് ഞാനും കാണും. ഏട്ടനും ഒട്ടും മോശമല്ല. ആ, ഞാൻ എല്ലാരും കാണും. വിചാരിച്ചു ന്യൂസ് ചാനൽ കുറെ അങ്ങനെ ഫോളോ ചെയ്യുന്നതാണ്. പിന്നെ ഈ സഫാരി ടിവിയുടെ ഈ ഹിസ്റ്ററി അങ്ങനെ കുറെ ആ, പ്രോഗ്രാം ഉണ്ടല്ലോ അവരുടെ, അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കണ്ടിട്ടുണ്ട്. എന്തൊക്കെയാ ചേട്ടാ കല്യാണത്തിന് വേണ്ട ഡിമാൻഡ്സ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഡിമാൻഡ്സ് എന്താ ഡിമാൻഡ്സ്? നമുക്കിപ്പോ എന്താ, എങ്ങനെയും കഴിഞ്ഞു കിട്ടിയാൽ മതി എന്നൊരു മൈൻഡാണ് നമുക്കിപ്പോ. ഡിമാൻഡുകളൊന്നുമില്ല. നമുക്ക് ഇതിന്റെ ഒരു പ്രഷർ ഒന്ന് തീരണം എന്നേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ അല്ലേ കാര്യങ്ങളൊക്കെ. നമ്മുടെ ഈ ബന്ധുക്കളുടെ കല്യാണമൊക്കെ കാണുമ്പോ നമുക്കങ്ങനെ ഒരുങ്ങി പോയാ ആ, മതിയായിരുന്നു. പക്ഷെ ഇത് ഭയങ്കര പാടുള്ള പണിയത്. ആണല്ലേ. എൻഗേജ്മെന്റിന് കയറി നിന്നിട്ട് focus നമ്മൾ ഇങ്ങനെ നമ്മളിലായിരിക്കും. എല്ലാരെയും ഫേസ് ചെയ്യാ. അയ്യോ, അതാണ് ഫോട്ടോ എടുക്കാൻ നിൽക്കണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുക. എത്ര പേരാ എൻഗേജ്മെന്റ് തന്നെ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് മടുത്തു. എൻഗേജ്മെന്റ് നമ്മുടെ ഫാമിലി അധികം ഫോട്ടോസ് ഒന്നും ഇല്ലായിരുന്നു, എന്നിട്ട് തന്നെ നമുക്ക് മടുത്തു. എക്സോസ്റ്റഡ് ആയി നമ്മള് ലാസ്റ്റ് ആയപ്പോ. കല്യാണത്തിന് എത്ര പേര് വരും, ചിരിച്ചിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഡെയിലി ഒരു അരമണിക്കൂർ ചിരിച്ചു നിൽക്കണം. എപ്പോഴും ക്യാനിൽ ചോദിക്കാന്നല്ലേ സിംഗിൾ ആണോ കമ്മിറ്റ് കേട്ട് ഞാൻ മടുത്തു. എന്നിട്ട് സിംഗിൾ ആണോ അങ്ങനെ ചോദിച്ച അവസാനം ഞാൻ കമ്മിറ്റഡ് ആയി. ആ. അപ്പൊ ചോദിക്കണേ എന്തിനാ കമ്മിറ്റഡ് ആയി.
എന്തിനാ ചേച്ചിക്ക് സിംഗിൾ ആയിട്ട് തന്നെ നിന്നാ പോരെ, ചേച്ചിയിലായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ, എന്തിനാ ഞങ്ങളോട് ഈ ചതി ചെയ്ത ചേച്ചി. എല്ലാരും അറിയപ്പെടുന്ന അങ്ങനെയാണ്. എല്ലാവരും എന്തോ അങ്ങനെ വിചാരിച്ചിരുന്നു, ഞാൻ ഒരിക്കലും കമ്മിറ്റഡ് ആവില്ല, അതെന്താ അങ്ങനെ, ഇൻക്ലൂഡിങ് മൈ വീട്ടുകാർ. ഐ തിങ്ക് എന്താ അങ്ങനെ വിചാരിച്ചെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇപ്പൊ എന്റെ ഒരു പെണ്ണാണല്ലോ വീഡിയോ കിട്ടപ്പോ അതിൽ കമന്റ്സ് നോക്കിയാൽ തന്നെ അറിയാം, അതിൽ കമന്റ് ഞങ്ങളോട് ഈ ചതി വേണ്ടായിരുന്നു അങ്ങനെയൊക്കെ. സാധാരണ കൺഗ്രാറ്റ്സ് ഒക്കെ പറയാ, എനിക്ക് മാത്രം അതെന്താ എനിക്ക് പ്രേമിച്ചു, എനിക്ക് പ്രേമിച്ചൂടെ. എന്നാലും പറഞ്ഞപ്പോ അമ്മയുടെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു ശരിക്കും? ഫസ്റ്റ് പറഞ്ഞപ്പോ ചെറിയൊരു പൊട്ടിത്തെറി, ചെറിയ വളരെ ലൈറ്റ് ആയിട്ടുള്ള രീതിയിലൊരു പൊട്ടിത്തെറി. പിന്നെ സ്വാഭാവികം, അതെല്ലാ പ്രണയത്തിലത് ഉണ്ടാവുമല്ലോ, അതുപോലെ ചെറിയൊരു പൊട്ടിത്തെറി. അമ്മയ്ക്ക് അറിയില്ലല്ലോ ഇത്ര നല്ല ചെക്കനാണ്. അതെ അതെ, ഇപ്പൊ നമുക്ക് അറിയുന്നുണ്ട്. നല്ല വരുമാനം, നല്ല വരുമാനം. എന്നാ നമുക്ക് അമ്മേനൊന്ന് വിളിച്ചാലോ? അക്കയുടെ ഫോണിൽ നിന്ന് വിളി. എന്റെ ഫോണിൽ അമ്മയോട് ചോദിക്കട്ടെ മരുമകനെ പറ്റിയും. അമ്മ പറയാൻ പോണത് അവളെ വേഗം വിട്. അയ്യോ, നീ അതേ ചോദ്യം ചോദിക്കണ്ട, നീ വേഗം എന്റെ മോളെ പറഞ്ഞുവിടാ. പറഞ്ഞുവിട്. നമ്മളൊരുമിച്ചില്ലാന്ന് പറഞ്ഞു. ഹലോ ഹലോ, എന്റെ മോളൊക്കെ ഉണ്ടായിരുന്നോ? മോളെ ഉപ്പനുണ്ട്, കൂടെ ഉണ്ട്. പോന്നാ? ആ, ഇവിടെ എന്റെ അടുത്തേക്ക് ഞാൻ ഇന്ന് വിടണോ? അയ്യ വിടണ്ട, അവിടെ കൂടെ പോന്നോളൂ. ആണോ? അല്ലെങ്കിൽ ഞാൻ വരണോ? അയ്യടി കൊള്ളാലടി നിന്റെ ടോക്ക്. ഞാൻ പറയാട്ടോ. ശരി എന്നാ. ഇവിടെ ഒരാളുടെ കൊടുക്കാവേ. ഇവിടെ ഒരാൾക്ക് അമ്മനോട് എന്തോ ചോദിക്കണമെന്ന്. ഒരാൾക്ക് ഹലോ ഹലോ അമ്മ, എന്റെ പേര് പാർവതി എന്നാണേ. അയ്യോ എനിക്കറിയാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ പിടിച്ചിരിക്കും. ഇവരവിടെയാണല്ലേ? ആ, ഇവരിവിടെ ഉണ്ട്. ഇവരൊന്നും പറയണില്ല അമ്മ മര്യാദക്ക്, അതാ ഞാൻ അമ്മയെ വിളിച്ചത്. എനിക്കറിയില്ല, ഇന്റർവ്യൂ എന്നാണ് ഞാൻ കൊണ്ടുവന്നിരുത്തിയത്. ഇവരങ്ങ് തുറക്കണില്ല മനസ്സ്. അമ്മ പറഞ്ഞേ മരുമോനെ പറ്റി എന്താ അഭിപ്രായം? മരുമോന് കുറച്ചാളായിട്ടുള്ളൂ, ഇത്ര നാളത്തെ പരിചയം കൊണ്ട് നല്ല അഭിപ്രായം, കുഴപ്പമില്ല. നല്ല മരുമോനാണ് അല്ലേ? ഇന്റർവ്യൂല ഇത്തിരി പൊക്കി പറയാൻ. തുടങ്ങിയില്ലേ ഇന്റർവ്യൂ തുടങ്ങി, പകുതിയായി. അപ്പൊ അതിന്റെ ഇടയില് അമ്മ ഒന്ന് വിളിക്കാന്ന് കരുതി. അതെ, ഇന്റർവ്യൂ ഒക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമാണ്. താങ്ക് യു. എന്നെ ഇഷ്ടാണോ? ചേച്ചീനെ ഇഷ്ടാണോന്ന്? ചേച്ചിനെ ഇഷ്ടമല്ല. ശരി എന്നാ. ഒരു മകളുടെ ധീരരോന്ന്. അമ്മയാണ് കേട്ടോ വീഡിയോസിൽ ഏറ്റവും അടിപൊളി ചേച്ചിനെക്കാളും. കല്യാണം കഴിച്ച് പോണേന് വിഷമം ഉണ്ടോ ചേച്ചി? അതെപ്പോഴായാലും വേണ്ടതല്ലേ, വിഷമിച്ചിട്ട് കാര്യമില്ല. വിഷമൊന്നുമില്ല, എന്നാലും അമ്മയുടെ ഒരു കൂട്ടല്ലേ പണി. ഇനി അമ്മ വീഡിയോസ് ഒക്കെ ചെയ്യണം എന്ന് വിചാരിക്കുമ്പോ എന്ത് ചെയ്യും? എനിക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല, അവള് നിർബന്ധിച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. അവര് രണ്ടുപേരും കൂടി ചെയ്തോളൂ. ആണല്ലേ? ആ, ഇവരെന്തൊക്കെയോ പ്ലാൻ ചെയ്യണുണ്ട് അമ്മേനെ പുറത്താക്കിയിട്ട്. ഞാൻ ചെയ്യട്ടെ? ഇല്ലമ്മാ, അമ്മ ഇപ്പൊ തന്നെ തഗ്ഗൊക്കെ അടിക്കുന്നുണ്ട് പറഞ്ഞു ചേച്ചി. അതെ. ഓക്കെ, അപ്പൊ എപ്പോഴേലും നേരിട്ട് കാണാട്ടോ. കാണാട്ടോ മോളെ. ഓക്കെ, ബൈ. അമ്മ ഞാനിങ്ങ എടുക്കുവാ അല്ലെ, വെറുതെ പറഞ്ഞു. മോളേന്ന് വിളിച്ച ഇഷ്ടായില്ലാന്ന് തോന്നുന്നു. ചേച്ചിന് മോളേന്ന് വിളിക്കാറില്ല? എന്നെ മോളേന്ന് വിളിക്കും, കൂടെ എന്തെങ്കിലും എന്നെ വിളിക്കും, സ്നേഹം വരുമ്പോഴൊക്കെ വിളിക്കും മോളെ. ഈ ചിരിച്ചോണ്ട് നിക്കണതിന്റെ ഒപ്പം തന്നെ ഇനി ഫോട്ടോഷൂട്ടൊക്കെ ഇല്ലേ? ഞങ്ങൾക്ക് ശരിക്കും അതൊന്നും വലിയ കുഴപ്പമില്ല. സേവ് ദ ഡേറ്റ് ഞങ്ങൾ ആക്ച്വലി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അതൊക്കെയാണ് ഇഷ്ടം. ചേട്ടാ BTS ഇറക്കണേ. നമ്മൾ ഇപ്പോ എൻഗേജ്മെന്റിന്റെ ഒരു ഇറക്കിയായിരുന്നു, ഒരു അമ്പാൻ രംഗ. BTS ഇറക്കിയില്ല, പക്ഷെ ഒറ്റ ടേക്കിൽ ശരിയാക്കും. ഓ, എന്നിട്ടാണോ പിന്നെ സിനിമയിൽ അഭിനയിക്കാൻ ഇത്ര ടെൻഷൻ? ഒറ്റ ടേക്ക് ശരിയാക്കും സിനിമയിൽ അഭിനയിക്കാൻ.
ഇത്ര കോൺഫിഡന്റ്. അപ്പൊ സിനിമയിലൊക്കെ ചെയ്യേ ഒറ്റ ടേക്കിൽ ഓക്കെ ആക്കാലോ. സിനിമയിൽ അത് പറ്റില്ല. സിനിമയിൽ നമ്മളിപ്പോ ലൊക്കേഷനിൽ ആളുകളൊക്കെ കാണാനൊക്കെ വന്നിക്കില്ല, അപ്പൊ എനിക്ക് പറവ് അങ്ങനെ വന്നിക്കരുത്, എനിക്ക് പറ്റില്ല. എനിക്ക് എന്റേതായ ചില രീതികളുണ്ട്. ഓക്കെ. ഇപ്പൊ കലിപ്പേട്ടൻ എന്താ നിർത്തി ചേച്ചി ചെയ്യാത്തെന്താ? കലിപ്പേട്ടൻ സത്യം പറഞ്ഞ കലിപ്പന കിട്ടിയപ്പോ കലിപ്പേട്ടൻ അത് നിർത്തി കളഞ്ഞെന്ന് തോന്നുന്നു. കലിപ്പേട്ടൻ സത്യം പറഞ്ഞ അമ്മ പറഞ്ഞിട്ട് നിർത്തിച്ചതാന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അത് ഭയങ്കര അടിപൊളിയായിരുന്നു. അമ്മ പറഞ്ഞു ഈ ഇഞ്ചുട്ട് കോലി കെട്ടണേ തോന്നുന്നുണ്ട് മീശയൊക്കെ എന്നിട്ട്. അതാണ് ഞാൻ നിർത്തി, കലിപ്പേട്ടൻ നിർത്തി. പിന്നെ വേറെ ഉണ്ട് ഒരു ഡോക്ടർ ഗിരീഷ് കുമാർ, ഡോക്ടർ ഗിരീഷ്. അത് അമ്മ നിർത്താൻ പറഞ്ഞു, ഞാൻ നിർത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അത് ചെയ്യാറുണ്ട്. ഈ അമ്മ എന്തായാലും അതും കൂടി ചോദിക്കായിരുന്നു അമ്മയുടെ. അമ്മയുടെ വർത്താനം പറഞ്ഞിരിക്കാൻ കൊള്ളാം. ശരിക്കും അമ്മേനെ ഒരു ഇന്റർവ്യൂല് കൊണ്ടുവന്നെ, അപ്പോഴാണ് ശരിക്കുള്ള കഥകൾ പുറത്തേക്ക് വരാൻ പോണത്. അതുകൊണ്ടല്ലേ കൊണ്ടുവരാത്ത. വിളിക്കാനും പേടിയായിരുന്നു എന്തെങ്കിലും പറയുമെന്ന്. നമ്മൾ പ്രിപ്പയർ ചെയ്തില്ല, അല്ലെങ്കിൽ നമ്മളത് പറഞ്ഞിട്ട് വന്നിരുന്നേ പിന്നെ പെട്ടെന്ന് കലിപ്പേട്ടൻ അയക്കും. ശരിക്കല്ലേ? എനിക്ക് വരില്ല, ഞാൻ ക്യാരക്ടർ പിടിക്കണേ. അക്കി കൂടെ ഉള്ളപ്പോ എനിക്ക് വരില്ല. ഇല്ല പ്ലീസ് പ്ലീസ് കലിപ്പേട്ടനാവും. ഷോളെവിടെ? അപ്പൊ നമുക്ക് ഒരു ഗെയിമും കൂടെ കളിക്കാം. സായിബാബ ഒന്ന് മാറ്റും, ചിരിച്ചിരിക്കേ ഗിരീഷ് ഏട്ടാ. തുടങ്ങാം. വിസ്പർ ചാലഞ്ച്. വിസ്പർ ചാലഞ്ച് കേക്കാമോ? പൂക്കളെ റിപ്പീറ്റ്. കോകില നീ കർ നിക്കാനാ കാനല്ല നിക്കർ. എന്റെ കൂടെ അമ്മയ്ക്ക് അറിയാലോ, അപ്പൊ അതുകൊണ്ട് അമ്മ ഒന്നും പറയില്ല. പവറില്ല. അതെ, ഞങ്ങൾ വിചാരിച്ച അങ്ങനെ ഇതിനൊക്കെ നല്ല പവർ ഇല്ല. അപ്പൊ നമ്മളെല്ലാരും ഇങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞ അങ്ങോട്ട് ഫ്രീഡം തോന്നല, അത് വെറുതെ വെറും തോന്നല.